Hey everyone, welcome to a new video. നീറ്റിലെ 3 സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ഫിസിക്സിനെയും കെമിസ്ട്രിയുടെയും സ്ട്രാറ്റജി വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ബയോളജിയാണ്. മെജോറിറ്റി ആളുകൾക്കും വലിയ പ്രശ്നമില്ലാത്തൊരു സബ്ജക്റ്റാണ് ബയോളജി അല്ലേ. അതായത് നമ്മൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും വേണ്ടത്ര പരിഗണന ആരും ബയോളജിക്ക് കൊടുക്കില്ല. അത് കാരണം പണി തരുന്നൊരു സബ്ജക്റ്റാണ് ബയോളജി. ഇപ്പം കഴിഞ്ഞ വർഷം എനിക്ക് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണത്. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും ബയോളജി വേണ്ടത്ര പരിഗണിച്ചില്ല, വേണ്ടത്ര റിവിഷൻ ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഞാൻ വിചാരിക്കും ഇപ്പം പഠിച്ചിട്ടും കാര്യമില്ലല്ലോ, എന്തായാലും നീറ്റാകുമ്പോഴത്തേനും മറന്നു, അപ്പോൾ നീറ്റിനോട് അടുപ്പിച്ചിട്ട് പഠിച്ചാൽ പോരെ വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാ എക്സാം വരുന്ന ടൈമിലൊന്നും വല്ലാണ്ടൊന്നും റിവിഷനൊന്നും ചെയ്തില്ല. അത് കാരണം എന്തായി, നീറ്റിന് മുന്നേ ബയോളജി എന്തായാലും പഠിക്കാണ്ട് ബയോളജി പോയി കഴിഞ്ഞാൽ ബയോളജിയാണ് നമ്മളെ നീറ്റിലെ മെജോറിറ്റി. അപ്പോൾ അത് പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ആകെ പണി കിട്ടും. അപ്പോൾ ഞാൻ ഒരാഴ്ച കംപ്ലീറ്റ് ബയോളജിയിലായിരുന്നു. അപ്പോൾ അത് കാരണം ഫിസിക്സും കെമിസ്ട്രിയും വേണ്ടത്ര റിവൈസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ആകെ കൂടെ കൊളായത്. വേണ്ടത്ര പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവരും ബയോളജിനെ അപ്രോച്ച് ചെയ്യാം. ബയോളജി എല്ലാവരും NCERT വായിച്ചിട്ടാണ് പഠിക്കല്ലേ? യെസ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബയോളജി ലൈൻ ബൈ ലൈൻ ഓരോ സെന്റൻസ് നമുക്കത് എവിടെയാണ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അത്രത്തോളം ടെക്സ്റ്റുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. NCERT വായിക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ജസ്റ്റ് വെറുതെ പാസീവായിട്ട് വായിച്ചു പോകാൻ പാടില്ല. ഇപ്പം ഇത്തവണ കഴിഞ്ഞ നീറ്റിലെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ മനസ്സിലാവും ബയോളജി കുറച്ചൊന്ന് ഡീപ്പായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഔട്ടാണെന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ NCERT പെരിഫറലായിട്ട് ഒരു സെന്റൻസ് ജസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കിട്ടൂല. ഒരു NCERT-കകത്തുള്ള തന്നെ, പക്ഷെ ഒന്ന് ഓരോ സെന്റൻസിന്റെ ഉള്ളോട്ട് ഇറങ്ങിയിട്ടാണ് ഇത്തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി NCERT വായിക്കുന്ന ടൈമിൽ ശ്രദ്ധയോടുകൂടെ ജസ്റ്റ് വെറുതെ പാസീവായിട്ട് വായിച്ചു പോകാണ്ട് ഓരോ സെന്റൻസും മനസ്സിലാക്കിയിട്ട് അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് തന്നെ പഠിക്കാം. ബയോളജി ക്ലാസ് ആണ് എല്ലാവർക്കും മടിയായിരിക്കും, കാരണം ഇപ്പൊ നമ്മൾ വായിച്ചാൽ തന്നെ മനസ്സിലാവൂലേ, ക്ലാസ് കണ്ട് വെറുതെ ടൈം കളയണോ എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ്. പക്ഷെ അത് പറ്റൂല, ക്ലാസ് എന്തായാലും കാണാം, പ്രത്യേകിച്ച് ഹ്യൂമൻ ഫിസിയോളജിയും പ്ലാന്റ് ഫിസിയോളജി ഒക്കെ. കാരണം അതിലെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, അതുപോലെ ഹ്യൂമൻ ഫിസിയോളജിയുടെ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ കോൺസെപ്റ്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ പല ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോവും. അസോസിയേഷൻ റീസൺ ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒക്കെ നമുക്കത് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് കണ്ട് ആരും ബയോളജിനെ നിസ്സാരക്കാരനായിട്ട് കണ്ട് ക്ലാസ് ഒന്നും കാണാതെ വെറുതെ വായിച്ചു പോകാന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നിൽക്കരുത്. ക്ലാസ് ഫിസിക്സിനും കെമിസ്ട്രിയും നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുന്ന അതേ ഒരു ഇമ്പോർട്ടൻസോട് കൂടെ ബയോളജിയിലെ കോൺസെപ്റ്റും പഠിക്കുക. NCERT വായിക്കുന്ന ടൈമിൽ നമ്മൾ എല്ലാവരും ഹൈലൈറ്റർ യൂസ് ചെയ്യും അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. NCERT ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളതെല്ലാം കൂടെ പോയി ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ പരന്ന് കിടക്കും. എനിക്ക് ഫസ്റ്റ് വന്നിട്ടുള്ള ഫാൾട്ടായിരുന്നു. ഞാൻ +1 ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ NCERT വായിക്കുന്ന ടൈമിൽ ഞാൻ ഫുള്ള് പോയി ഹൈലൈറ്റ് ചെയ്യുന്നു. കാരണം ഓരോ സെൻറ്റൻസ് വായിക്കുന്ന ടൈമിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നും. അങ്ങനെ ആകെ കൂടെ കളർഫുൾ, അതൊരു കളർ കൊണ്ടൊന്നുമില്ല, ഞാൻ ഫുൾ കളർഫുൾ ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അത് പിന്നീട് റിവൈസ് ചെയ്യുന്ന ടൈമിലൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ എക്സാമ്പിളുകൾ ഉണ്ടാവില്ലേ, എക്സാമ്പിൾ, സയന്റിസ്റ്റിന്റെ പേര്, ഇയറുകൾ, ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. ഇയറുകളൊക്കെ ഒരു കളറിൽ, സയന്റിസ്റ്റുകളൊക്കെ ഒരു കളറിൽ, എക്സാമ്പിളുകളൊക്കെ ഒരു കളറിൽ, എല്ലാ ചാപ്റ്ററിലും ഒരൊറ്റ കളർ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല സുഖം ഉണ്ടാവും റിവിഷൻ്റെ ടൈമിലൊക്കെ. ഇയറുകൾ മാത്രം റിവൈസ് ചെയ്ത് പോകാം, എക്സാമ്പിളുകൾ മാത്രം ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റും. പിന്നെ പോലെ ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന സെന്റൻസ് ഉണ്ടാവില്ലേ, അതൊക്കെ ഹൈലൈറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ എനിക്ക് എക്സാമിന് തെറ്റുന്ന ടൈമിലുള്ളതും പിന്നും കിട്ടാത്ത വാക്കുകളൊക്കെ ഞാൻ സ്റ്റാർ മാർക്ക് ഇട്ടൊക്കെയായിരുന്നു. എക്സാമിൽ ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ സെന്റൻസ് അത് മറന്നു പോയതുകൊണ്ടായിരിക്കില്ല, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ബ്രാക്കറ്റ് ഇട്ടിട്ട് അത് സ്റ്റാർ മാർക്ക് ഇട്ടേക്കും. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ഞാൻ ഫുൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എനിക്ക് തെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന സെന്റൻസിലൊക്കെ ഞാൻ പിന്നെ സ്റ്റാർ മാർക്ക് ഇട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു അബദ്ധം നിങ്ങൾ ആരും ആവർത്തിക്കാതിരിക്കുക. നല്ല ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തെക്കുക. അത് നമ്മൾ ആ ഒരു പേജ് നോക്കുന്ന ടൈമിൽ അതിൽ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിന്റെ പേര് കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണണം. അതുപോലെ ഇയറുകൾ, അതൊക്കെ നമ്മൾ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുക, സ്റ്റാർ മാർക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഇനി പലർക്കുള്ള ഡൗട്ടാണ് ഔട്ട് പഠിക്കണം എന്നുള്ളത്. നമ്മൾ ഔട്ടായിട്ട് തിരഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ പഠിക്കാനുണ്ടാവും. നമ്മൾ NCERT-കകത്ത് ഓരോ ടോപ്പിക്കും കുറച്ചല്ലേ കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിന്നെങ്കിൽ ഏത് കാലത്തും നമ്മൾ പഠിച്ചു ചെയ്യുക. അപ്പോൾ ഔട്ടിൽ പഠിക്കാനൊന്നും ആരും പോകരുത്. ഇനി ഔട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ NCERT-കകത്തുള്ള പലതും മറന്നു പോകും. നമുക്ക് പേടിയായിരിക്കില്ലേ, ഔട്ട് വരുമോ, ഇത്തവണ ഔട്ട് വരുമോ എന്നൊക്കെ. ഇനിയിപ്പോൾ ഔട്ട് വന്നാൽ തന്നെ എന്തായാലും 90 ക്വസ്റ്റ്യനിൽ 90 ചോദ്യം ഔട്ട് എന്നല്ലല്ലോ വരിക, കുറച്ച് ക്വസ്റ്റ്യനല്ലേ ഔട്ട് എന്ന് വരുള്ളൂ. അപ്പോൾ ആ കുറച്ചിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് NCERT-കകത്തുനിന്ന് വരുന്നത് പോലും കിട്ടാണ്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട് തേടി നമ്മൾ ആരും പോകരുത്. ടീച്ചേഴ്സ് ക്ലാസ്, നമ്മൾ ബയോളജി ക്ലാസ് കേൾക്കുന്ന ടൈമിൽ ടീച്ചേഴ്സ് പറഞ്ഞ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടാവില്ലേ, അത് മാത്രം ടെക്സ്റ്റിന്റെ സൈഡിൽ 2 സൈഡിലും കോളംസ്, നമുക്ക് വാക്കൻറ്റ് സ്പേസ് ഉണ്ട്, അപ്പോൾ അവിടെ എഴുതി ചേർക്കുക. ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന
എക്സ്ട്രാ പോയിന്റ്സ് മാത്രം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ പ്രീവിയസ് ഇയർ ആയിട്ട് വന്നിട്ടുള്ള NCERT സെന്റൻസ് ഉണ്ടാവില്ലേ, ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെട്ട സെന്റൻസ്, ആ സെന്റൻസിന് അവിടെ PYQ എന്ന് എഴുതി വെക്കുക. അങ്ങനെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിൽ PYQ ചെയ്തിട്ട് PYQ വന്നിട്ടുള്ള പോയിന്റ്സിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ PYQ എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ നമ്മൾ റിവൈസ് ചെയ്യുന്ന ടൈമിൽ ഈ ഭാഗത്തു നിന്നൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ബയോളജിക്കകത്ത് ഒരുപാട് എക്സാമ്പിളുകൾ പഠിക്കാനുണ്ടല്ലേ, മോർഫോളജി ചാപ്റ്ററിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ കോഡ് ഉണ്ടാക്കി പഠിക്കുക. കോഡ്സ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് കോഡ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഓർത്തിരിക്കാൻ സിമ്പിളായിരിക്കും. ബയോളജി ടെക്സ്റ്റിനകത്ത് ഓരോ യൂണിറ്റിന്റെ മുന്നിലും ഒരു ഇൻട്രോ പേജും ഉണ്ടാവും. അതുപോലെ ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്, അതും കൂടെ എല്ലാവരും വായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തവണ നീറ്റ് നിങ്ങൾക്ക് അറിയാം, അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സയന്റിസ്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇൻട്രോ പേജിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് പലപ്പോഴും എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന പേജുകളാണ്. അപ്പം അതും കൂടെ ഒന്ന് വായിക്കാൻ വേണ്ടി നോക്കുക. അത് അതിന് കൂടെ തന്നെ വായിച്ചു പോയാൽ മതി. യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യൂലേ, യൂണിറ്റത്തെ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പം തന്നെ അതിൻ്റെ ഇൻട്രോ പേജും സയന്റിസ്റ്റിൻ്റെ പേജും വായിച്ചു വെക്കുക. ഇൻട്രോ പേജിനകത്ത് കുറേ കാര്യങ്ങൾ ആവശ്യമില്ലാത്തതായിരിക്കും. വെറുതെ ഇങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കൂ, ഇത് ഇമാജിൻ ചെയ്ത് നോക്കൂ, അങ്ങനത്തെ കുറേ സെൻറ്റൻസുകൾ ഉണ്ടാവും. അപ്പം അതൊന്നും പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ. ആ പേജിൽ ആകെ ഒരു 5-6 സെൻറ്റൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളതായിട്ടുണ്ടാവുള്ളൂ. അപ്പം അവിടെ നമുക്ക് ആവശ്യമുണ്ട് തോന്നുന്ന പേജസ്, ലൈൻസ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ സയന്റിസ്റ്റിന്റെ പേജിലും നമുക്ക് ഇനി ആവശ്യമുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള പോയിന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്തെക്കാം. പിന്നെ അടുത്ത തവണ റിവൈസ് ചെയ്യുന്ന ടൈമിൽ ഈ പോയിന്റ്സ് മാത്രം വായിച്ചിട്ട് പോയാൽ മതി. അതുപോലെ തന്നെ സമ്മറി എല്ലാവരും വായിച്ചിരിക്കണം. ഇപ്പം NCERT-കകത്ത് ചാപ്റ്ററിൽ പറയാത്ത കുറേ പോയിന്റ്സ് സമ്മറിക്കകത്ത് വരുന്നുണ്ട്. അത് എക്സാമിന് വരികയും ചെയ്യും. പെട്ടെന്ന് അത് എക്സാമിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഔട്ടാണെന്നുള്ളത്. കാരണം NCERT ചാപ്റ്ററിനകത്ത് ഇത് എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ സമ്മറിക്കകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലൊക്കെ ഉണ്ട് അങ്ങനെ. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ പറ്റിയിട്ട് അവിടെ പറയാത്ത കാര്യങ്ങളൊക്കെ സമ്മറിക്കകത്ത് കൊടുത്തു. എല്ലാ ചാപ്റ്റർ തീരുമ്പോൾ തന്നെ സമ്മറി വായിക്കാൻ വേണ്ടി നോക്കുക. സമ്മറിയിൽ ഇതുപോലെ വായിച്ചു കഴിഞ്ഞാൽ എല്ലാ പോയിന്റ്സും ആവശ്യമുള്ളതായിരിക്കില്ല. ഒക്കെ നമ്മൾ NCERT-കകത്ത് വായിച്ച പോയിന്റ്സ് തന്നെ ആയിരിക്കും സമ്മറിക്കകത്ത് ഉണ്ടാവുക, മെജോറിറ്റി ഭാഗം. അതിലില്ലാത്ത NCERT-കകത്ത് കൊടുക്കാത്ത പോയിന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ പിന്നെ അത് മാത്രം ഇനി അടുത്ത പ്രാവശ്യം സമ്മറി ഫുൾ വായിക്കാൻ നിൽക്കേണ്ട റിവിഷൻ്റെ ടൈമിൽ ആ പോയിന്റ് മാത്രം വായിച്ചിട്ട് പോയാൽ മതി. ഈ ഷോർട്ട് നോട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എനിക്ക് അത് അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു ബയോളജി ഷോർട്ട് നോട്ട്സ്. അതിന് പകരം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ഞാൻ ഷോർട്ട് നോട്ട്സിൻ്റെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇയറുകൾ, എക്സാമ്പിൾ, അതുപോലെ ന്യൂമറിക്കൽ വാല്യൂസ്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ നോട്ടാണ് ബയോളജിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത്. അല്ലാണ്ട് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് കൂടാതെ ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു നോട്ട് എന്ന് പറഞ്ഞാൽ NCERT-ത്തെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് ടൈം റിവിഷൻ്റെ ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നോട്ടായിരുന്നു. അത്രയാണ് ബയോളജിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഷോർട്ട് നോട്ട്. വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. ഈ ബയോ നമ്മൾ ഈ NCERT-ഒക്കെ വായിച്ചു പോകുന്നതോടൊപ്പം തന്നെ റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ NCERT നമുക്ക് അങ്ങോട്ട് തറോ ആവണമെങ്കിൽ നമ്മൾ അത്രയും തവണ റിവിഷൻ ചെയ്ത് ഓരോ പേജിലൂടെയും കുറേ തവണ കടന്നു പോകണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫോളോ ചെയ്തിരുന്നത് 1, 3, 7, 14, 30, 60, 90 എന്ന് പറഞ്ഞ റൂളായിരുന്നു. ഇത് 7 തവണ നമ്മളൊരു ചാപ്റ്ററിലൂടെ കടന്നു പോകും. അതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ നമ്മൾ 1ാമത്തെ ദിവസം അത് പഠിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് ഓഗസ്റ്റ് 10-ാം തീയതി ഞാനത് പഠിച്ചു. പിന്നെ തൊട്ട് 3ാമത്തെ ദിവസം 10, 11, 12, 13ാമത്തെ ദിവസം ഞാനത് റിവൈസ് ചെയ്യണം. പിന്നെ അടുത്ത 7ാമത്തെ ദിവസം റിവൈസ് ചെയ്യണം. അടുത്ത 14ാമത്തെ ദിവസം നമ്മൾ പഠിച്ചതിൻ്റെ 1ാമത്തെ ദിവസം, അതിൻ്റെ 3ാമത്തെ ദിവസം, അതിൻ്റെ 7ാമത്തെ ദിവസം, 14ാമത്തെ ദിവസം, 30, 60, 90 എന്നൊക്കെ പറയുമ്പോൾ 3 മാസത്തോളം കഴിഞ്ഞു. ഈ മെത്തേഡ് ഭയങ്കര എഫക്റ്റീവ് ആട്ടോ. അത് എല്ലാവരും പറ്റുന്നത്ര ഫോളോ ചെയ്യാൻ നോക്കുക. കാരണം ഞാൻ അത് പറയാൻ കാരണം +1 ബയോളജി +2 ബയോളജി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ +1 അല്ലേ തുടങ്ങിയത്. അപ്പോൾ +1 തുടങ്ങിയ ടൈമിൽ ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് വന്നത്. 3ാമത്തെ ദിവസം, 7ാമത്തെ ദിവസം, 14ാമത്തെ ദിവസമൊക്കെ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് വന്നു. ലാസ്റ്റൊക്കെ ഒരു 5 തവണയൊക്കെ വെച്ച് നിർത്തും. 6ാമത്തെ 7ാമത്തെ തവണ റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം 5 തവണയെങ്കിലും +1 ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് റിവൈസ് ചെയ്തിട്ട് വന്നു. സ്റ്റാർട്ടിങ് ഒന്നും കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടെ എത്തിയപ്പോൾ എന്തായി, ഫുൾ ടൈറ്റ് ഷെഡ്യൂളായി. അപ്പോൾ അത് കാരണം ഇതുപോലെ കൃത്യമായിട്ടൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും 1-2 തവണയൊക്കെ റിവൈസ് ചെയ്ത ചാപ്റ്റർ ഉണ്ട്. പ്രിൻസിപ്പിൾസ് ഒന്നും തീരെ റിവൈസ് ചെയ്തിട്ടില്ല, വലുതാണ്. ഇപ്പോൾ പഠിക്കാൻ തന്നെ ഒന്നാമത് മടിയാണ്. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യാതെ ഇടും. ഇപ്പം ഇന്ന് ഞാൻ റിവൈസ് ചെയ്യാൻ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ തീർന്നിട്ട് ഇപ്പം ഇന്ന് പ്രിൻസിപ്പിൾസ് ആണ് കണ്ടെങ്കിൽ എനിക്ക് ആ റിവൈസ് ചെയ്യാൻ മടിയായിരുന്നു. അങ്ങനെയൊക്കെ ഒന്നാമത് +2 ചാപ്റ്റേഴ്സ് അത്ര വലിയ രസം എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ റിവൈസും ചെയ്തില്ല. +1 ബയോളജി ഞാൻ അത് കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്തു. +2 ഞാൻ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലായത് മോഡൽ എക്സാം എഴുതിയ ടൈമിലാണ്. ഫെബ്രുവരി മാർച്ചിലെ മുതൽ തന്നെ ഞാൻ ഡെയിലി ഫുൾ മോക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ ഫുൾ ചാപ്റ്റർ വായിച്ചിട്ടല്ലല്ലോ എഴുതാൻ പോകുക. പക്ഷേ +1 ബയോളജി എന്ന് വരുന്ന ചാപ്റ്റേഴ്സിൻ്റെത് എനിക്ക് ആ ടെക്സ്റ്റ് വായിക്കാണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റി. ഓരോ ക്വസ്റ്റ്യൻ വരുന്ന ടൈമിൽ ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ മൈൻഡിലേക്ക് വരും. ഇന്ന ചാപ്റ്ററിൽ ഈ പേജിലാണ് അത് കിടപ്പുള്ളത് എന്ന് മൈൻഡിലേക്ക് വരുന്നുണ്ട്. പക്ഷേ +2 ബയോളജി അങ്ങനെ വരുന്നില്ല. കാരണം എന്താ, ലാക്ക് ഓഫ് റിവിഷൻ. നിങ്ങളെല്ലാവരും പറ്റുന്നത്ര ഫോളോ
ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ഭയങ്കര എഫക്റ്റീവാണിത്. ഈ ദിവസങ്ങളിൽ ഞാൻ ചെയ്തെന്താ വെച്ചാൽ ഫസ്റ്റത്തെ ഡേ ഇപ്പോൾ പഠിച്ചില്ലേ, ഇനി ഒന്നാമത്തെ ദിവസം ഇപ്പോൾ 1, 3, 5 ഏരിയയിൽ പഠിച്ചതിൻ്റെ ഒന്നാമത്തെ ദിവസം, അതായത് ഇന്നാണ് ഞാനൊരു ചാപ്റ്റർ പഠിച്ചെങ്കിൽ നാളെയാണ് അതിൻ്റെ ഫസ്റ്റ് റിവിഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റിവിഷൻ ടൈമിൽ ഇപ്പോൾ നാളെ തന്നെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യലോ അത് വീണ്ടും എൻസിആർടി വായിക്കില്ലല്ലേനോ, ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ന്യൂസ് പ്രിന്റ് എടുക്കുക, എന്നിട്ട് ആ ചാപ്റ്ററിന് ഹെഡിങ് കൊടുത്തിട്ട് ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അനിമൽ കിങ്ഡം എടുത്തു. അപ്പോൾ അനിമൽ കിങ്ഡത്തിനകത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് ടിഷ്യൂ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ബേസിലുണ്ട്, പിന്നെ സിമ്മെട്രിൻ്റെ ബേസിലുണ്ട്. അങ്ങനെ ജസ്റ്റ് ആ ചാപ്റ്ററിനകത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്കെല്ലാം ആലോചിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വേഗം സ്പീഡിലൊന്ന് പറ്റുന്നത്ര ഇതിലൊന്ന് ആലോചിച്ച് നോക്കുക. അത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. അങ്ങനെ അത് ആലോചിച്ച് നോക്കിയിട്ട് നമ്മളതിങ്ങനെ ജസ്റ്റ് ആ ന്യൂസ് പ്രിന്റിനകത്ത് അങ്ങനെ സ്ക്രിബിൾ ചെയ്യുക. നല്ല വൃത്തിയായിട്ട് ഹെഡിങ് ആക്കി അങ്ങനെ നല്ല വെറുതെ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് അന്ന് അങ്ങനെ എഴുതി നോക്കുക. അതിനുശേഷം ടെക്സ്റ്റുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും ടെക്സ്റ്റിലൂടെ ഒന്ന് വെറുതെ കടന്നു പോകുന്ന ടൈമിൽ നമ്മൾ ആലോചിച്ച ടൈമിൽ നമുക്ക് കിട്ടാതെ വന്ന എന്തെങ്കിലും പോയിന്റ് നമ്മൾ കാണും. അപ്പോൾ അതാണ് ഫസ്റ്റ് ഡേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 3-ാമത്തെ ദിവസം, 5-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാണ് ചെയ്തത്. അതിൽ എല്ലാ ദിവസവും ഇപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യൽ നടന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വലിയ ചാപ്റ്റർ കാണുന്ന ടൈമിൽ ഈ 1-ാമത്തെ ദിവസം ഉണ്ടല്ലോ, 1-ാമത്തെ ദിവസം ന്യൂസ് പ്രിന്റിൽ എഴുതി വെക്കും. പിന്നെ 3-ാമത്തെ ദിവസമാണ് അതും NCERT ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ഇല്ലാത്ത പോയിന്റ്സ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ 1-ാമത്തെ ദിവസം തന്നെ അതൊക്കെ ചെയ്തു. പക്ഷേ ഈ എല്ലാ 7 ദിവസം ആ ചാപ്റ്ററായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തു. 1-ാമത്തെ ദിവസം വെറുതെ എഴുതുക, 3-ാമത്തെ ദിവസം അതും NCERT തമ്മിൽ കമ്പയർ ചെയ്യുക. പിന്നെ 7-ാമത്തെ ദിവസം മുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ തന്നെ ചിലപ്പോൾ അന്നത്തെ ഒരു ദിവസം തന്നെ ആ ചാപ്റ്ററത്തെ ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യൽ നടക്കില്ല. അപ്പോൾ 7-ാമത്തെ ദിവസം പകുതി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പകുതി റിവൈസ് ചെയ്യുക. പിന്നെ അതിന് തൊട്ട് പിറ്റേ ദിവസം തന്നെ ബാക്കി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ബാക്കി റിവൈസ് ചെയ്യുക. അങ്ങനെ 2 ദിവസങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ ഒരു ക്രമത്തിൽ അങ്ങോട്ട് റിവൈസ് ചെയ്ത് പോയി നമ്മളങ്ങനെ ഷെഡ്യൂൾ ഇട്ട് കൊടുത്താൽ മതി. 7 ദിവസം ഒരു ചാപ്റ്റർ പോലും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു 5-6 ഒക്കെ തന്നെ മാക്സിമം പോയാൽ തന്നെ നമ്മൾ ആ ചാപ്റ്റർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ റിവിഷൻ ചെയ്യുന്നതൊക്കെ ക്വസ്റ്റ്യൻസിലൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുക. വെറുതെ വായിച്ചു പോകുന്നതിനെക്കാട്ടിലും ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് ഇപ്പം ഒരു ദിവസം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് MCQ ചെയ്യാന്ന് വിചാരിക്കും. അടുത്ത ദിവസം അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. അടുത്ത ദിവസം അസർഷറീസൺ മാത്രം ചെയ്യുക. അങ്ങനത്തെ കുറച്ച് സെലക്റ്റീവ് ആയിട്ടൊക്കെ ചെയ്യാം. എന്തായാലും ആ ചാപ്റ്റർ ഓവറോൾ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. കുറച്ച് നമുക്ക് പറ്റുന്ന തരത്തിൽ, നമുക്ക് എത്രയാണോ റിവിഷൻ ടൈം നമുക്ക് ഒരു ദിവസം കിട്ടിയിട്ടുള്ളത് അന്ന് പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ ചാപ്റ്ററായിട്ട് ഈ ദിവസങ്ങളൊക്കെ ബന്ധം ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ചാപ്റ്റർ ഇങ്ങനെ മറക്കാതെ ഒരു ടച്ച് വിടാതെ ഇങ്ങനെ പോയി ഇതേ രീതിക്കൊന്നും റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളുടേതായ രീതിക്ക് ഇടക്കിടക്ക് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ +1 ബയോളജിയിൽ ഏകദേശം എല്ലാ സെന്റൻസുകളും എനിക്ക് കിട്ടിയിരുന്നു എന്നുള്ളത്. ലാസ്റ്റ് ടൈം റിവിഷൻ ചെയ്ത് പോകുന്ന ടൈമിലൊക്കെ ഓരോ സെന്റൻസ് വായിക്കുന്ന ടൈമിൽ ഇതിൽ കിട്ടാത്തതായിട്ടൊരു സെന്റൻസ് എനിക്ക് അങ്ങനെ സ്ട്രൈക്ക് ചെയ്തില്ല. എല്ലാം ഏകദേശം എനിക്ക് അറിയുന്ന പോലെ തന്നെയായിരുന്നു. പക്ഷെ +2 ബയോളജി അങ്ങനെയല്ല, കുറേ സെന്റൻസ് എനിക്ക് ഓർമ്മയില്ലാത്ത പോലെ തോന്നിയിരുന്നു. അപ്പോൾ അതിന് ഞാൻ ചെയ്തതേനു ഒരു ബുക്ക് എടുത്തിട്ട് +2 ബയോളജിക്കാട്ടോ മെയിനായിട്ട് ചെയ്തത്. +1 ബയോളജി ഹ്യൂമൻ ഫിസിയോളജിത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് +2 ബയോളജിത്തെ ഒരു ചാപ്റ്റർ എടുത്തിട്ട് അത് റിവിഷൻ ടൈമിൽ അത് ചാപ്റ്റർ വായിക്കുന്ന ടൈമിൽ എനിക്കത് കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സെന്റൻസ് അതിനകത്ത് മാറ്റി എഴുതി. അങ്ങനെ ലാസ്റ്റ് ടൈം റിവിഷൻ്റെ ടൈമിൽ ഫെബ്രുവരി മാർച്ച് ടൈമിൽ ഞാൻ ബയോളജി അവസാനമായിട്ട് വായിച്ചപ്പോൾ ഞാൻ ഇതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. NCERT വായിച്ചിട്ട് ഇനി കിട്ടാത്ത സെന്റൻസുകൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കത് ഓർമ്മയില്ല എന്ന് തോന്നുന്ന സെന്റൻസ് ഉണ്ടാവില്ലേ, ആ സെന്റൻസുകളൊക്കെ എടുത്ത് എഴുതുക. പിന്നെ ആ ടൈമിൽ മോഡൽ എക്സാം ഒക്കെ എഴുതുന്നുണ്ടായിരുന്നു. അപ്പം മോഡൽ എക്സാം എഴുതുന്ന ടൈമിൽ ഓരോ ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ മനസ്സിലാവും ആ സെന്റൻസ് ആണ് നമുക്ക് പ്രശ്നമുള്ളത്. അപ്പം അങ്ങനത്തെ സെന്റൻസുകളൊക്കെ മാറ്റി എഴുതാണ് ആ ഒരു ടൈമിൽ ചെയ്തത്. ഈ ഏപ്രിൽ മാസത്തിൽ മുന്നേ ചെയ്തിട്ടുള്ള ഫിസിക്സിലും കെമിസ്ട്രിയിലും പ്രോബ്ലംസ് ഒക്കെ നമുക്ക് റിവൈസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ടൈമിൽ ബയോളജി 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു പോകാൻ ടൈം ഉണ്ടാവില്ല. എന്നിട്ട് നമുക്ക് കിട്ടാത്ത വായിക്കാൻ വേണ്ടേ. അപ്പോൾ അതിന് ഏപ്രിൽ എത്തുന്നതിന് മുൻപ് ഫെബ്രുവരി മാർച്ചോട് കൂടെ അത് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്തത്. ഓരോ ചാപ്റ്റർ വായിച്ചിട്ട് അതിൽ എനിക്ക് കിട്ടാത്ത സെന്റൻസുകൾ, റിവൈസ് ചെയ്യേണ്ട സെന്റൻസുകൾ മാത്രം മാറ്റി എഴുതി. എന്നിട്ട് ആ സെന്റൻസുകൾ മാത്രം റിവൈസ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ ടെക്സ്റ്റ് ഫുൾ വായിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അതിലില്ലാത്ത കിട്ടാത്ത സെന്റൻസുകൾ മൊത്തം ഞാൻ മാറ്റി അത് റിവൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അറിയുന്ന സെന്റൻസ് തന്നെ വീണ്ടും റിവൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ അങ്ങനെ ഒരു രീതി ലാസ്റ്റിലേക്ക് ഫോളോ ചെയ്തത്. +1 ബയോളജി ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഓരോ സെന്റൻസ് എനിക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ബുക്കിലേക്ക് മാറ്റി ചെയ്തിട്ടില്ല. പിന്നെ നീറ്റിൻ്റെ ലാസ്റ്റ് തലേ നമ്മൾ ഫുൾ റിവിഷന് വേണ്ടിയിട്ട് NCERT വായിക്കാനൊന്നും ആരും പ്ലാൻ ഇട്ടൊന്നും പോകരുത് കേട്ടോ. എൻ്റെ ഫസ്റ്റ് പ്ലാൻ അനുസരിച്ച് ഞാൻ വിചാരിച്ചത് നീറ്റിൻ്റെ തൊട്ട് തലേന്ന് ഒഴിവാക്കിയിട്ട്, ഇപ്പോൾ 4-ാം തീയതി ഇരുന്നല്ലോ നീറ്റ്, അപ്പോൾ 3-ാം തീയതി ഒഴിവാക്കിയിട്ട് 1-ാം തീയതി 2-ാം തീയതി ഫുൾ +2 ബയോളജി, 1-ാം തീയതി ഫുൾ +1 ബയോളജി, അങ്ങനെയാണ് ഞാൻ പ്ലാൻ ഇട്ടിരുന്നത്. ഈ 3-ാം തീയതി എന്തെങ്കിലുമൊക്കെ മുന്നേ ആ വീക്കിൽ വായിക്കാൻ വിട്ടുപോയതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് 3-ാം തീയതി ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ലായിരുന്നു. 1-ാം തീയതി 2-ാം തീയതി മാത്രം ഷെഡ്യൂൾ ചെയ്തിട്ട്.
പക്ഷേ +1 ബയോളജി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്നെക്കൊണ്ട് പറ്റിയില്ല കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് രാവിലെ ഇതിൽ വൈകുന്നേരം വരെ ബയോളജി തന്നെ പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കൊക്കെ അത് പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ പ്ലാനിങ്, അങ്ങനെ ഒരു സബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അങ്ങനത്തെ പ്ലാനുകളൊക്കെ ഒഴിവാക്കുക. +1 ബയോളജിൻ്റെ ഞാൻ ഫുൾ വായിക്കാൻ വിചാരിച്ചിട്ട് എനിക്കൊരു ഉച്ചയായപ്പോൾ ഞാൻ പറ്റ മടുത്തുപോയി. എനിക്കത് വായിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അതിനെ അടച്ചു വെച്ചിട്ട് +1 ബയോളജി പിന്നെ അങ്ങനെ കുറച്ച് ആയിട്ട് ഫുൾ NCERT വായിച്ച് തീർത്തു പിറ്റേ ദിവസങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ +2 ബയോളജി പിന്നെ ഞാൻ ഈ ബുക്ക് മാത്രമാണ് വായിച്ചത്. കാരണം പിന്നെ എനിക്ക് ആ ടെക്സ്റ്റ് കാണുന്നത് തന്നെ ഒരുതരം വെറുപ്പായി തോന്നി. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വായിച്ചിട്ട്. അപ്പം അങ്ങനത്തെ പൊട്ടത്തരം പ്ലാനുകളൊന്നും ആരും ഇടാതിരിക്കുക. അല്ല മുന്നേ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കാനുള്ളതോ അങ്ങനെ ചെറിയ നോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റുന്നതിൽ അത് മാത്രം തലേന്ന് റിവൈസ് ചെയ്യുക. പിന്നെ എല്ലാവരും ഇതും ഉണ്ടാക്കുക, ഇയറുകളും സയൻറ്റിസ്റ്റിൻ്റെ പേരും ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ നോട്ട്. അത് ഭയങ്കര എഫക്റ്റീവാണ്. എല്ലാ ദിവസവും രാവിലെ ഒന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം തറവും. അതും തലേന്നത്തേക്ക് വേണ്ടി മാറ്റി വെക്കാം. അല്ലാണ്ട് NCERT ഒന്നും ഫുൾ വായിക്കാൻ വേണ്ടിയിട്ട് ആരും ഷെഡ്യൂളൊന്നും ചെയ്ത് വെക്കരുത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ബയോളജി പഠിക്കുക. NCERT വായിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് മനസ്സിരുത്തി വായിക്കുക. പാസീവായിട്ട് വായിച്ച് പോകരുത്. ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ആവശ്യമുള്ളത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. പിന്നെ MCQs ചെയ്യാൻ ആരും വിട്ടുപോകരുത്. MCQs ചെയ്യുന്ന ടൈമിൽ തന്നെ അസസറീസും സ്റ്റേറ്റ്മെൻറ്റ്സും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇൻട്രൊഡക്ഷൻ പേജ്, സയൻറ്റിസ്റ്റിൻ്റെ പേജ്, സമ്മറി പേജ് ഇതൊന്നും വിട്ടുപോകാതിരിക്കുക. ഒരു ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന എണ്ണത്തിനൊരു ലിമിറ്റ് ഉണ്ട്. കാരണം ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വീണ്ടും റിവൈസ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ബയോളജിയിൽ ആ കുഴപ്പമില്ല. ബയോളജി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ തിയറി NCERT പോയിട്ട് വായിച്ചാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങ് ചെയ്തു പോകുക. ഏതെങ്കിലും കിട്ടാത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം NCERT പോയിട്ട് സ്റ്റാർ മാർക്ക് ഇട്ടേക്കുക. പിന്നെ നമ്മൾ NCERT ആ ഭാഗം റിവൈസ് ചെയ്യുന്ന ടൈമിൽ ഇവിടുന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തെറ്റിയ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗത്ത് NCERT വേണം ഹൈലൈറ്റ് ചെയ്ത് വെക്കാനും സ്റ്റാർ മാർക്ക് ഇട്ട് വെക്കാനൊക്കെ. ബാക്കി നമുക്ക് പറ്റാവുന്നിടത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുക. പിന്നെ നല്ലോണം കെയർലെസ് വരാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണല്ലേ ബയോളജി. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ടൈമിൽ കറക്റ്റോ ഇൻകറക്റ്റും ചോദിച്ചാൽ മാറിപ്പോയി ഉണ്ടാവും. കറക്റ്റ് നോട്ട് ഇൻകറക്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുറേ മിസ്റ്റേക്സ് ബയോളജിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം എക്സാം എഴുതുന്ന ടൈമിൽ നല്ല ശ്രദ്ധയോട് കൂടി തന്നെ എഴുതുക. അങ്ങനെ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ നോട്ട് ചെയ്ത് എന്തെങ്കിലും എഴുതി വെക്കുക, തന്നിട്ടുള്ള തെറ്റുകളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ.